So welcome back, baby with a little scholar in support with Malarwadi. ഇനി 4 ചോദ്യം കൂടിയുണ്ട്. ചോദ്യം വരുന്നത് ഈ ഡയറക്ഷനിലാണ്. സോ ലിബ്ര, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കാണ് വരുന്നത്. കേട്ടോളൂ. അമ്മു എന്ന വേഴാമ്പലാണ് അടുത്ത വർഷം ആദ്യം കേരളത്തിൽ നടക്കേണ്ട ദേശീയ ഗെയിംസിന്റെ ഭാഗ്യമുദ്ര. എത്രാമത്തെ ദേശീയ ഗെയിംസ് ആണ് കേരളത്തിൽ നടക്കാനിരിക്കുന്നത്? 17th. Wrong answer. Vega, what's your answer? 35. The perfect answer. Congratulations. Very nice. Alright. അടുത്തത് വേഗയോടാണ് ചോദ്യം. ചോദ്യം ഇതാണ് വേഗ. കാസർകോട്ടെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ള തോട്ടങ്ങളിലെ എൻഡോസൾഫാൻ ശേഖരം നിർവീര്യമാക്കാനായി നടത്തിയ ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ സ്പ്രിംഗ് ബ്ലോസം. ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിങ്സ്. പെർഫെക്റ്റ്. വെരി നൈസ്. കൃത്യമായിട്ട് ഉത്തരം പറയുമ്പോൾ എന്തൊരു സന്തോഷം. അതാണ് കാര്യം. ഓക്കെ, ഇനി ഇലക്ട്രയോടാണ് ചോദ്യം. ഇലക്ട്ര, ചോദ്യം കേൾക്കണം. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ ജോലി ചെയ്യുന്ന ഗ്രാമീണർക്ക് കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യമൊരുക്കിടുന്ന പാർപ്പിട പദ്ധതിയുടെ പേര് എന്താണ്? ഇന്ദിര ആവാസ് യോജന തെറ്റായ ഉത്തരമാണ്. അപ്പോളോ? പ്രധാനമന്ത്രി ഗ്രാം സിഞ്ചായി യോജന. എന്റെ കുട്ട, ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം കേൾക്കുന്നില്ല നിങ്ങൾ. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ ചോദ്യം കേൾക്ക് ആദ്യം. ഞാൻ അതിലേക്ക് വരാം. ലിബ്ര? പാസ്. വേഗ? രാജീവ് ഗാന്ധി ആവാസ് യോജന. ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് നിങ്ങൾക്ക് പറ്റുന്ന തെറ്റുകൾ. ഇതിൻ്റെ പേര് ആദ്യം പറയാം. ഇതിൻ്റെ പേര് അത്താണി എന്നാണ്. അത്താണി എന്ന് പറയുന്നൊരു പദ്ധതി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യം വായിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നൊരു പരിപാടിക്ക് എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ അങ്ങനെ വരുന്നത്? പ്രധാനമന്ത്രി ആവാസ് യോജന എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ വേറൊരു സംഭവമല്ലേ അത്? കേന്ദ്ര സർക്കാർ അല്ലല്ലോ പറഞ്ഞത്, സംസ്ഥാന സർക്കാരല്ലേ പറഞ്ഞത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ചോദ്യം ആരോടാണ്? അപ്പോളോ. ചോദ്യം ഇതാണ്. കേരളത്തിലെ മുഴുവൻ ക്യാൻസർ രോഗികൾക്കും സ്വകാര്യ പങ്കാളിത്തത്തോടെ ക്യാൻസർ ചികിത്സ ലഭ്യമാക്കുന്ന സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയുടെ പേര് എന്ത്? സുകൃതം. പെർഫെക്റ്റ് ആൻസർ ആണ്. സുകൃതം എനിക്ക് തോന്നുന്നത് മറക്കാതിരിക്കാൻ കാരണം വളരെ അടുത്താണ് അത് പ്രഖ്യാപിച്ചത് അല്ലേ? ഏറ്റവും അടുത്ത ദിവസത്തിലാണ് അത് പ്രഖ്യാപിച്ചത്. അതിൻ്റെ പേരിലാണ് മറക്കാതെ പോയത് അല്ലേ? ഓക്കെ, എനിവേ ഡോണ്ട് വറി. നമുക്ക് മാർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് എ ലിറ്റിൽ ബ്രേക്ക്. Once again, welcome back, baby with a little scholar in support with Malarwadi. നമുക്ക് തുടരാം. അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് മാർക്ക് വായിക്കണം. കഴിഞ്ഞ തവണത്തെ ചിലർക്ക് മാർക്ക് വായിക്കരുത് എന്നാഗ്രഹിക്കുന്നു, ചിലർ മാർക്ക് വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പക്ഷേ എല്ലാവരുടെയും മാർക്ക് പൊതുജനങ്ങൾ അറിഞ്ഞേ പറ്റൂ. നിങ്ങളുടെ കൂട്ടുകാർ, ടെലിവിഷന് മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർ അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് വായിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, വായിച്ചേ പറ്റൂ. അപ്പോളോ യു ഗോട്ട് 15 മാർക്ക്, 15 മാർക്ക്. ഇലക്ട്ര മാർക്ക് ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. വേഗ, യു ഗോട്ട് 25 മാർക്സ്. കൺഗ്രാജുലേഷൻസ്. ആൻഡ് ലിബ്ര, നിങ്ങൾ തന്നെ പറയാം നിങ്ങൾക്ക് എത്ര മാർക്കുണ്ടെന്നുള്ളത്. മാർക്കില്ല, സാരമില്ല. ഓക്കെ, ഇനി ഒരു ചാൻസ് കൂടിയുണ്ട്, ഒരു സെഗ്മെന്റ് കൂടിയുണ്ട്. ആ സെഗ്മെന്റിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ആ സെഗ്മെന്റ് ആണ് നോട്ടം. നോട്ടം എന്ന ഈ സെഗ്മെന്റിൽ ഒരു ടീമിനൊരു ചോദ്യമാണുള്ളത്. വീഡിയോ വാളിൽ ഓരോ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട, നമ്മുടെ ഭാരതത്തിലെ ഓരോ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് കാണിക്കുക. ആ ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് ഏതാണ് ആ സംസ്ഥാനം എന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്, തിരിച്ചറിയുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഓക്കെ, സോ ദൃശ്യങ്ങൾ കാണാം. ഒരു ടീമിന് ഒരു ചോദ്യം. ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 10 മാർക്ക്. സോ അപ്പോഴൊക്കെയുള്ള ദൃശ്യമാണ് ആദ്യം കാണാൻ പോകുന്നത്. വീഡിയോ വാളിലേക്ക് ശ്രദ്ധിക്കാം, ദൃശ്യം കാണാം. അതിനുശേഷം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഈ ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാനം ഏതാണ് എന്നുള്ളതായിരിക്കും ചോദ്യം. ഓക്കെ,
സോ അപ്പോളോ പറയാം, ഏത് സംസ്ഥാനമാണ് ഇത്? ഒറീസ. ഒറീസ. ഇപ്പോൾ ആധുനികമായിട്ട് പറയുന്നത്, ലേറ്റസ്റ്റ് പറയുന്നത് ഒഡീഷയാണ്. ഒഡീഷ. ഓക്കെ, എനിവേ ഒറീസ നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു, ഒഡീഷ ആണ് കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്, ഐ ആം സോ ഹാപ്പി. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അടി കിട്ടുമായിരുന്നു. ഞാൻ ഈ കാണിച്ച സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ പോയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ദേശീയ പതാകയുമായി ആ സ്ഥലങ്ങളിലൊക്കെ പോയ സ്ഥലമാണ്. ഭുവനേശ്വർ, അതുപോലെ തന്നെ കൊണാർക്ക് ക്ഷേത്രം. കൊണാർക്ക് ക്ഷേത്രത്തിലെ കണ്ടില്ലേ ആ ചക്രം? കണ്ടില്ലേ ആ ചക്രം? കാണുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? ഒഡീസി നൃത്തം അതിനകത്തുണ്ട്. പെർഫെക്റ്റ്, വെരി നൈസ്. ഓക്കെ, ഇലക്ട്ര, നിങ്ങൾക്കുള്ളതാണ് അടുത്ത ചോദ്യം. ദൃശ്യം കാണാം വീഡിയോ വാളിൽ ഇവിടെ. ഇലക്ട്രയോടാണ് ചോദ്യം. ഏതാണ് സംസ്ഥാനം? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ്. പെർഫെക്റ്റ്. എന്ത് കണ്ടു ഉത്തർപ്രദേശിൽ? അതിനകത്ത് പറ 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 പറ. താജ്മഹൽ. താജ്മഹൽ കണ്ടു. താജ്മഹൽ എവിടെയാണ്? ആഗ്ര. ആഗ്രയിലാണ്. ആഗ്ര എവിടെയാണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ്. പിന്നെന്ത് കണ്ടു? ഗംഗ കണ്ടു. വാരണാസി കണ്ടില്ലേ? കാശി അല്ലേ? വാരണാസി കണ്ടു അല്ലേ? ഇപ്പോൾ ഗംഗയിലെ ജലം ഒക്കെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അറിയാമല്ലോ അതൊക്കെ അല്ലേ? പണ്ട് ഗംഗയിൽ പണ്ട് എ ടി കോവൂരിൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ഒരു പുസ്തകത്തിനകത്ത് എ ടി കോവൂരിൻ്റെ യുക്തിവാദി അദ്ദേഹം എഴുതിയിരുന്നു, ഗംഗ സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത വീട്ടിലെ ഒരാൾ പറഞ്ഞു അവിടുത്തെ പുണ്യജലം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിന് സന്തോഷമായിരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ഗംഗയിൽ കുളിക്കുന്ന സമയത്ത് തല താഴ്ത്തി വീണ്ടും എണീക്കുന്ന സമയത്ത് കണ്ടത് ഒരാളുടെ കൈ, മുറിഞ്ഞ കൈ, ചീഞ്ഞളിഞ്ഞ കൈ ഒഴുകി പോകുന്നതാണ്. അങ്ങനെ മലിനമായിരുന്നു ഗംഗയിലെ ജനം. കാരണം ഗംഗയിൽ ഈ വാരണാസിയിൽ, കാശിയിൽ ആളുകൾ സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ, ആളുകൾ അവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഉടനെ തന്നെയും വിറകെല്ലാം വീണ്ടും പുറത്തേക്ക് എടുക്കും. ആ ഡെഡ് ബോഡി എടുത്തതിന് ശേഷം വെള്ളത്തിലേക്ക് എറിയും. ഇത് മീനൊക്കെ കൊത്തി അങ്ങനെ ചീഞ്ഞ് അളിഞ്ഞു പോകും. ഈ കോവൂര് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൻ്റെ അടുത്തുള്ള പൈപ്പിൽ നിന്നും കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഗംഗയിൽ നിന്ന് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്തു. ഇയാൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് പുണ്യാഹം ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ പനിയൊക്കെ മാറി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ അന്ധവിശ്വാസമാണെന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പുണ്യാഹം എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ വിശ്വസിക്കരുത്. മനസ്സിലായില്ലേ? ഓൾറൈറ്റ്, പെർഫെക്റ്റ് ആൻസർ ആണ് മോളെ. വെരി ഗുഡ്. വേഗ, നിങ്ങൾക്കുള്ളതാണ്. ദൃശ്യം കാണാം ഇവിടെ. പറയാം വേഗ, ഏതാണ് സംസ്ഥാനം? ഹരിയാന. അയ്യോ, തെറ്റിപ്പോയി. ഞാനത് ശരിയാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ശരിയാവുമായിരുന്നു. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ മുഴുവൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഏതാണ് സ്റ്റേറ്റ് എന്നുള്ളത്. നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റാണ്. കർണാടക സംസ്ഥാനമാണത്. ഹംപിയാണ് അവസാനം കണ്ടത്. മൈസൂർ പാലസ് നമ്മളതിനകത്ത് കണ്ടു. ഗോൾഗുംബസ് കണ്ടു. ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന, മൈസൂർ പാലസൊക്കെ തൊട്ടടുത്തുള്ളതല്ലേ, സ്ഥിരമായിട്ട് കാണുന്ന കാര്യമാണ്. ഹരിയാനയിലേക്കൊന്നും പോകണ്ടായിരുന്നു, തൊട്ടടുത്ത് തന്നെ പോയാൽ മതിയായിരുന്നു. ചെറിയ ടിക്കറ്റിന് ഉത്തരം പറയാമായിരുന്നു. ഓക്കെ, ഇനി ലിബ്രയ്ക്കുള്ളതാണ് ചോദ്യം. കാണാം ദൃശ്യം ഇവിടെ.
ഏത് സംസ്ഥാനമാണ് കണ്ടത്? മേഘാലയ. മേഘാലയ. Once again, it's a wrong answer. ഇത് ഹിമാചൽ പ്രദേശാണ്. ദലൈലാമയുടെ ആസ്ഥാനം ധർമ്മശാല കണ്ടു. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം നമ്മൾ കണ്ടു. ഇതൊക്കെ നമ്മൾ കണ്ടു. അതിനകത്ത് തിരിച്ചറിഞ്ഞില്ല. നേരെ മേഘാലയയിലേക്ക് ഇങ്ങോട്ട് പോയി അല്ലേ, നോർത്ത് ഈസ്റ്റിലേക്ക് പോയി. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് മാർക്ക് അനൗൺസ് ചെയ്യാം അല്ലേ. മാർക്ക് ഇതൊക്കെയാണ്. അപ്പോളോ, യു ഗോട്ട് 25 marks. ഇലക്ട്ര, യു ഗോട്ട് 10 marks. വേഗ, യു ഗോട്ട് 25 marks. ലിബ്രയ്ക്ക് ഈ എപ്പിസോഡിൽ നിർഭാഗ്യവശാൽ മാർക്ക് ഇല്ലാത്ത അവസ്ഥയാണ്. അതൊക്കെ നമുക്ക് എന്തായാലും മാർക്ക് വീണ്ടും കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അല്ലേ. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, നമ്മുടെ അവസാനം കണ്ട സെഗ്മെൻ്റ് എന്ന് പറയുന്ന ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളെയാണ് നമ്മൾ കണ്ടത്. ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങളോട് പറയുന്ന കാര്യം, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ നമ്മുടെ ഭാരതം മുഴുവൻ ഒന്ന് നടന്ന് കാണണമെന്നുള്ളതാണ്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ അത്രമാത്രം സുന്ദരമാണ്, അത്രമാത്രം മനോഹരമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വേണ്ടി ഒരു മാജിക് കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം അല്ലേ. നമ്മുടെ ഭാരതത്തിൻ്റെ 3 നിറങ്ങൾ നമുക്കറിയാം. സാഫ്രൻ, വൈറ്റ് ആൻഡ് ഗ്രീൻ. 3 നിറങ്ങൾ അല്ലേ. ഓരോ നിറത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. ധീരതയുടെ നിറമാണ് ഇത് കുങ്കുമം. വെള്ള എന്ന് പറയുന്നത് സത്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ നിറമാണ്. സസ്യസമ്പൂർണ്ണമായ നമ്മുടെ ഭാരതത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ നിറമാണ് പച്ച. 3 നിറങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. ഞാൻ ചെയ്യുന്നത് ഒരു ബാഗ്, ഈ ബാഗിനകത്തേക്ക് 3 നിറങ്ങളെ ഞാൻ ഇതുപോലെ ഇടുന്നു. റൈറ്റ്, ഇനിയാണ് മാജിക് സംഭവിക്കാൻ പോകുന്നത്. സോ വാച്ച് കെയർഫുള്ളി. ദാറ്റ് ഈസ് നമ്പർ 1, നമ്പർ 2 ആൻഡ് നമ്പർ 3. ദാറ്റ്സ് അവർ നാഷണൽ ഫ്ലാഗ്. ഈ ദേശീയ പതാകയോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. പുത്തൻ ജാലവിദ്യകളും പുത്തൻ കാഴ്ചപ്പാടുകളുമായി ഞങ്ങൾ വീണ്ടും വരും നാളെ. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? നിങ്ങളുടെ ഉത്തരം 24 മണിക്കൂറിനകം SMS ആയോ ഇമെയിലായോ അയക്കാം. ഉത്തരത്തിനൊപ്പം നിങ്ങളുടെ പേരും ബന്ധപ്പെടേണ്ട നമ്പറും ചേർക്കുക. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവരെ ആകർഷകമായ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. SMS അയക്കേണ്ട നമ്പർ 8943347403. ഇമെയിൽ ID lsq@mediaonetv.in. Gift courtesy Prince Pattupavada, Market Road, Ernakulam. Reha Wedding Center, Logans Road, Talasheri. R1 Casual Shirts and Candyman Bags.